നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, അംബികമാൻ, ബിജുക്കുട്ടൻ ചേട്ടാ. നമസ്കാരം. സാരി കണ്ടില്ല നിങ്ങൾ? കണ്ടു. നോക്കൂ, ക്യാമറ ഷൂട്ട് എന്തൊക്കെയാണ് അതിൽ പ്രതിനിധീകരിച്ചിരിക്കുന്നത്. ഒരു മുഖം, അതിനകത്തിൽ രണ്ട് ചുവന്ന കണ്ണുകൾ, ടൈഗർ. എന്താ അല്ലേ, കൂടെ പിടിക്കാൻ നമ്മൾ വല്ലാണ്ട് കഷ്ടപ്പെടാം നസീർക്ക. അത് കഷ്ടപ്പെടാൻ നമ്മൾ മൂന്നുപേരും മാത്രമല്ല, ഞാൻ കണ്ണൂരിൽ നിന്ന് കുറച്ചുപേര് ഇറക്കിയിട്ടുണ്ട്. മണത്തനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടുത്തെ CTDC ചെങ്കൽ തൊഴിലാളികളും ഫാമിലിയാണ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. എന്നാ പിന്നെ ആദ്യത്തെ സ്കിറ്റ് അങ്ങോട്ട് ഇറക്കിയാലാ? വിളിക്കാം. രാജ്മോഹനുണ്ട്, വിഷ്ണു ഉണ്ട്, അഭിലാഷ് ഉണ്ട്. ഒരു നല്ല കൈഡി. ജന്മനക്ഷത്രമേ നീ നിർണയിക്കുന്നു ജയവും പരാജയവും, മനുഷ്യന്റെ ജയവും പരാജയവും. എന്തിനാ നോക്കുന്നത്? ഉരുളിയും തലേ വെച്ചോണ്ട് പോകുമ്പോ നിങ്ങൾ വിചാരിക്കും എന്റെ വീട്ടിൽ പായസം വെക്കാനാണ്. അമ്മച്ചി എനിക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് ഉരുളി കമത്താൻ വേണ്ടി നേർന്നേക്കാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയെ പറ്റി ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേർക്ക് അമ്മയെ പറ്റി അറിയാൻ പറ്റും. കാരണം പണ്ട് എൻ്റെ പെരയ്ക്ക് വേണ്ടി ഒരു ലോണിന് ഞാൻ അപേക്ഷ വെച്ചായിരുന്നു. ആ പൈസ എടുത്ത് വഴിപാട് നടത്തിയ അമ്മയാണ്. അങ്ങനെയാണ് അമ്മ വൈറലാവുന്നത്. അമ്മയെ പറ്റി ഞാൻ പറഞ്ഞ ഏകദേശം ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കറങ്ങാതെ കേറി പോര്. നോക്കിക്കൊണ്ടിരിക്കാതെ വന്ന് തൊഴടാ. എന്റെ അമ്മച്ചി അത് മയിൽക്കുറ്റിയാണ്. മയിൽക്കുറ്റിയായിരുന്നു? അല്ല, ഞാൻ വിചാരിച്ചടാ അമ്പോറ്റിയായിരിക്കും. അതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എവിടെ പോകാൻ ഇറങ്ങിയാലും റോഡ് സൈഡിൽ കാണുന്ന കമ്പിലും കട്ടേലും ഒക്കെ മെഴുകുതിരിയും കത്തിച്ചു വെക്കും, മാല വിടും. മനുഷ്യന് നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എടാ, അത് അമ്മച്ചിക്ക് ഇപ്പൊ പഴയ പോലെ കണ്ണു പിടിക്കുന്നില്ലടാ, അതുകൊണ്ടല്ലയോ? അത് ഈ രണ്ട് കണ്ണിലും തിമിരമാണ്. അതാണ്. ഞാൻ ആശുപത്രി കൊണ്ട് കാണിച്ച്, ഡോക്ടർ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ഡേറ്റും കുറിച്ച് തന്നു. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിയപ്പോൾ ഡോക്ടറോട് പറയുക, ഡോക്ടറുടെ തലേ ഒരു 100 തേങ്ങ അടിച്ച് പൊട്ടിക്കണം, ആ കത്തി തരാമെങ്കിൽ ആ കത്തി ഞാൻ ജപിച്ചോണ്ട് തരാന്ന്. അത് കേട്ടപാട് ഡോക്ടർ ഇറങ്ങി ഓടുമായിരുന്നു. എടാ, അത് അമ്മച്ചി എന്തെങ്കിലും കാര്യമുണ്ടോ? ജപിക്കാതെ ഒരു കാര്യവും ചെയ്തിട്ട് നിനക്ക് അറിയത്തില്ലയോ? എന്ത് പറഞ്ഞാലും ജപം 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 ജപം. പിന്നെ പോരാഞ്ഞിട്ട് ഉരുളി കമത്തും. ഈ ഉരുളി കമത്ത് ഹരം കയറിയിട്ട് എന്തോ ചെയ്തെന്നറിയാവോ? എന്റെ കല്യാണത്തിന് പായസം വെച്ച ഉരുളി വരെ എടുത്ത് കമത്തി. ാണിത്. അത് പോട്ട്. ഇത് കാരണം ഞാൻ വീട്ടിലിപ്പോ കേറാറില്ല. 1.5 മാസം ഞാൻ മാറി നിന്നു. കഷ്ടമല്ലേന്ന് വിചാരിച്ച് ഞാനൊരു പട്ടിയെ മേടിച്ചു കൊടുത്തായിരുന്നു കൂട്ടിന്. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആ പട്ടിയെ മന്ത്രവും വേദവും ഒക്കെ പഠിപ്പിച്ച് ആ പട്ടിയാണ് ഇപ്പൊ അമ്മയുടെ പരികർമ്മി. അത് മാത്രമല്ല, അത് ഇടക്കിടക്ക് ഇപ്പൊ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ചില ദിവസം രാവിലെ അത് കുളിച്ച് കുറിയും തൊടും, വാലയെ കുത്തിന്ന് സൂര്യ നമസ്കാരവും ചെയ്യും. അത്ര അവസ്ഥയിലാക്കി. നിനക്കതൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലോ. അല്ലെ, നാട്ടുകാർ പറയും ദാക്ഷായണിക്ക് അവസാനം ഒരു പട്ടിയില്ലെന്ന് കൂട്ടിന്. അതുകൊണ്ടാണ് ഞാൻ ഈ പട്ടിയെ പിടിച്ച് നിർത്തിയേക്കുന്നത്. അമ്മ മര്യാദക്ക് അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനാണ്. അച്ഛനെ ശൂലം കുത്തിച്ച് ഓടിച്ച്. അത് പോട്ട്. അച്ഛനെ ഈ അടുത്ത് രാമേശ്വരത്തുനിന്ന് ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നതാണ് അമ്മ. വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങാരി മുറ്റത്ത് വന്ന് നിന്നപ്പോ ഞാൻ സ്നേഹത്തോടെ വിളിച്ച് ഭരിക്കാത്തി കയറ്റിക്കൊണ്ട് പോയി ചോറ് വിളമ്പി കൊടുത്തില്ലോടാ. അച്ഛനെ വിളിച്ച് ചോറ് വിളമ്പി കൊടുത്തെന്നുള്ളത് ശരി തന്നെ. ആദ്യത്തെ ഉരുള ഉരുട്ടി വായിലോട്ട് വെക്കാൻ നേരത്ത് അച്ഛൻ്റെ പറ്റയിരുന്നൊരു നേർച്ചയായിരുന്നു. അച്ഛൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ കനലുവാരി വിഴുങ്ങിച്ചേക്കാന്ന്. പോരാഞ്ഞിട്ട് ഒരു ഗരുഡൻ തൂക്കോ ആ ഉരുട്ടിയ ചോറ് തറയെ വെച്ചിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു എന്റെ അച്ഛൻ. ഓടിയ ഓട്ടത്തിൽ അച്ഛൻ വല്ല നിന്നോട് പറഞ്ഞായിരുന്നാ മോനെ? ആ ഓടിയ ഓട്ടത്തിൽ അച്ഛൻ ഏതാണ്ടൊക്കെ പറഞ്ഞു, പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതെന്താണ് അയാൾ മലയാളത്തിലേക്ക് നിന്നോട് പറഞ്ഞു? അമ്മയെ ശൂലം കുത്തി കവിള അരിപ്പ പോലെ ഇരിക്കുവാണ്. ഡയലോഗ് പറയുമ്പോ കാറ്റ് മാത്രമാണ് പോണത്. മോനെ, പിന്നെ അങ്ങനെ എന്റെ മോൻ മനസ്സിലാക്കിയത്? അച്ഛൻ എഴുതി കാണിക്കായിരുന്നു എന്നോട്. എന്താണ് അച്ഛൻ എഴുതി കാണിച്ച? അച്ഛൻ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ, നിന്റെ അമ്മയെ കെട്ടിപ്പോയി. അതും പറഞ്ഞ് അനന്തഭദ്രത്തിലെ ദിഗംബരൻ ഓടുന്ന പോലെ എന്നും പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു അച്ഛൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോട്ട്. ഞാൻ ഇതുവരെയായിട്ടും അമ്മയുടെ അടുത്തൊന്നും മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അനുഭവിക്കുന്നത്. പോട്ട്, അമ്മയല്ലേ, ക്ഷമിച്ചേക്കാം. നമ്മൾ ഏത് അമ്പലത്തിലാണ് ഉരുളി കമത്താൻ പോണത്? സൂത്രമണിയങ്കാവ്. സൂത്രമണിയങ്കാവോ? അങ്ങനെ ഒരു അമ്പലം ഇന്ത്യയിൽ ഉണ്ടോ അമ്മച്ചി? ഈ അമ്പലത്തിനെ പറ്റി ആരാണ് അമ്മയോട് പറഞ്ഞത്? മോനെ, അതെ, ഇന്നലെ അമ്മച്ചി രാത്രി കിടന്ന് ഉറങ്ങുമായിരുന്നു. അന്നേരം ഉറക്കത്തിൽ അമ്പോറ്റ് വന്ന് സ്വപ്നത്തിൽ പറഞ്ഞു തന്നതാ.
ദൈവമേ, സ്വപ്നത്തിൽ കണ്ട അമ്പലത്തിലാണ് രാവിലെ എന്നെ വിളിച്ചോണ്ട് പോകുന്നത്. അമ്മ ഈ സ്വപ്നം കാണുന്നതൊന്നും ഉള്ളതല്ലെന്ന്. തോറ്റാസം പറയരുത്. എടാ എനിക്കൊരു മോനുണ്ടാവുമെന്നും അവനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് സ്വപ്നത്തിൽ വന്ന് കാണിച്ചു തന്നില്ലയോ? അതുപോലെ ഇതും അങ്ങ് പാലിക്കും. ഓട്ട് ശരി. ഇനി ഇപ്പൊ അമ്പലം ഉണ്ടെന്ന് വെക്കുക. ഈ അമ്പലത്തിലേക്ക് പോകാനുള്ള ബസ് എപ്പോ വരും? ബസ്സും വരും, കണ്ടക്ടറും വരും, ഡ്രൈവറും വരും. അതിനുള്ള ഹോമത്തിന്റെ പരിപാടിയൊക്കെ ഞാൻ രാധാകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ രാധാകൃഷ്ണൻ ആരാന്നറിയാമോ? നേരത്തെ ഞാൻ പറഞ്ഞ ആ പട്ടി. ആ പട്ടിക്ക് ഇട്ടിരിക്കുന്ന പേരാണ് രാധാകൃഷ്ണൻ. എന്ത് കഷ്ടമാണെന്ന് പറ. അത് പോട്ട്. അമ്പലത്തിൽ ചെന്നിട്ട് പൂരം പരിപാടി കൊണ്ടുവന്നു. ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊന്ന് പറ. അത് കേക്കട്ടെ. നീ ഇത് നേരത്തെ ചോദിക്കേണ്ട കാര്യമല്ലോ. മോനെ കൊണ്ടുവന്നിട്ട് ഞാൻ അമ്പലത്തിന് മുന്നിൽ നടക്കിരുത്തും. ആനയാണോ ഞാൻ നടക്കിരുത്താൻ? എടാ പറയുന്ന കേക്കടാ. നിന്നെ നടക്കി കൊണ്ടിരുത്തിയിട്ട് ആദ്യം നിന്റെ തല അങ്ങ് മുണ്ടനം ചെയ്യും. ഈ തല ഇതിനകത്ത് മുണ്ടിട്ട് നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് മുണ്ടനം ചെയ്യാൻ പറഞ്ഞു വരുന്നത്. എന്റെ ഫ്ലോ കളയാടാ പറയുന്നത്. അമ്പലത്തിന് മുന്നിൽ കൊണ്ടിരുന്നിട്ട് തല മുണ്ടനം ചെയ്തിട്ട് യോ നാളെ എന്തുവായിരുന്നേ? നാളെ രമണന്റെ മോടെ കല്യാണം. അതല്ല നിന്റെ നാളെ എന്തുവാന്ന്? മൂലം. ശൂലം കുത്തി മൂലത്തില അങ്ങനെ പ്രിയത്തിന് ചെവിയില് ശൂലം കുത്തി നാരങ്ങ വെച്ച 1001 വട്ടം ചൈന പ്രദക്ഷിണം ചെയ്ത ചൂട് പായസം 21 തവണ കോരിക്കുന്നതിനം വരെ അമ്മച്ചിക്ക് സമാധാനമില്ല. 5ാമത്തെ ദിവസം എന്റെ സഞ്ചാനക്കാട് അടിച്ച് ആൾക്കാരുടെ കൈ കൊടുക്കുന്ന വരെ അമ്മക്ക് സമാധാനമില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. പറയരുത്. അത് കഴിഞ്ഞതിന് ശേഷം മോനെ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിട്ടെ വീട്ടിൽ വരുമ്പോ വാതിൽ നിന്നെ കൊണ്ട് നിർത്തും. എന്നിട്ട് നിന്റെ നാക്ക് ഇങ്ങോട്ട് വലിച്ചിറക്കിയിട്ട് 12 കൂട് കർപ്പൂരം ഇട്ടങ്ങ് കത്തിക്കും. നാക്കിനകത്ത് അൽഫാം ഉണ്ടാക്കാനായിരിക്കും. നിനക്ക് കുഞ്ഞിന് വേണ്ടി അല്ലടാ ഞാനിത് ചെയ്യുന്നത്. നിനക്ക് കുഞ്ഞിക്കാന് വേണ്ടി ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ എന്റെ കൊച്ചിന് ഞാൻ ഉണ്ടാവത്തില്ല. അത് ഞാൻ ഇങ്ങനെ നേരത്തെ ഒരു വര പോലാവും. പിന്നെ അതിരിക്കട്ടെ. അതിനുള്ള ബുദ്ധി ഞാൻ നേരത്തെ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ബുദ്ധി? ഞാൻ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ അമ്മക്ക് അങ്ങനൊക്കെ പറയാം. എനിക്ക് പെരക്ക് വേണ്ടി കിട്ടിയ പൈസ എടുത്ത് വഴിപാട് നടത്തിയപ്പോ അമ്മാവനാണ് എനിക്ക് പെരുന്നാക്കാനുള്ള ലോൺ അനുവദിച്ചത്. അവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. എടാ ഞാനിരുന്ന് രായ്ക്ക് രാമാനെ പ്രാർത്ഥിച്ച് നെഞ്ചത്തടിച്ചല്ല കുഞ്ഞിന് വേണ്ടി വിളിച്ചിട്ടാ ഇത് നടന്നതാ. അതിന് വേണ്ടിട്ടല്ല. അങ്ങനല്ല എനിക്ക് പൈസ കിട്ടിയത്. ഞാൻ കഷ്ടപ്പെട്ട് കട്ടൻ കല്ലി വർക്കെ പണിതാണ് ഞാൻ വീട് വെച്ചത്. അമ്മ ഹോമം നടത്തി. ആ ഹോമിൽ ഇപ്പൊ അമ്മ കിടക്കുന്നത് എന്റെ കഷ്ടപ്പാട് കൊണ്ടാണ്. നീ കൂടുതൽ സംസാരിക്കാൻ ഉരുളിയെടുത്ത് തലേ മണ്ടി ഇപ്പം വരും വേണമെന്ന് പറഞ്ഞു വരുന്നുണ്ട് ഞാൻ എല്ലാം പറഞ്ഞ ഞാൻ എന്റെ ചെറുക്കൻ വിളിച്ചിട്ടാ അല്ല നിന്നെ കാണാൻ വന്നേ. ആഹാ സുധാകര നീയായിരുന്നോടാ? ഞാൻ വിചാരിച്ച് രാജാറാം മോഹൻ റോയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുവാ. അയ്യോ ഞാനാ അമ്മാവാ. നീ അമ്മാവനാന്നെ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ വെക്കുന്നത്? ഞാൻ പോവാ. അതല്ലെന്ന് ഞാൻ അമ്മാവാന്ന് പറഞ്ഞായിരുന്നു. ഞാനും അമ്മാവനല്ല. ഞാൻ പോണു. നീ പോയി കഴിഞ്ഞാൽ എന്നെ ഇവിടെ വിളിച്ചെടുത്ത് നീ പോവാന്നോ? ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ ആ സുധാകരനെ അമ്മാവാന്ന് പറഞ്ഞതാണ്. സുധാകരനാന്ന് എനിക്കറിയാം. പിന്നെന്തിനാ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇത് തന്നെ ചോദിച്ചോണ്ടിരുന്ന ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കാനല്ലേ പറ്റത്തുള്ളൂ. എടാ സുധാകരു, നീ പളനിക്ക് വണ്ടി വിടുന്നൊക്കെ പറഞ്ഞിട്ടോ? പളനിക്ക് വണ്ടി വിടാൻ തുടങ്ങിയിട്ട് കുറെ കാലമൊക്കെ ആയി. എത്രയാടാ പളനിക്ക് വണ്ടി വിടുന്നത്? എത്ര കാശ്? കാശ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് പോകുന്നതിന് 3500 രൂപയാവും. 3500 രൂപ പളനി വരെ പോകുന്നതിനോ? പളനി വരെ പോകുന്നതിന് പിന്നെ 3500 രൂപ. എന്തോ ഇത്രയും രൂപ? ഇത്രയും രൂപ എന്ന് വെച്ചാൽ അമ്മാവ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആഹാരമൊക്കെ കഴിക്കണം. അതിന് 1500 രൂപയാണ്. ആഹാരമില്ലാതെ 2000 രൂപയാവും. 2000 രൂപയോ? 2000 രൂപ. പളനി വരെ AC ഇട്ട് കൊണ്ടുപോകുന്നതിന് 2000 രൂപയാവും. AC ഇല്ലാതോ? AC ഇല്ലാതെ 1000 രൂപയാവും. ഞാനില്ലാതോ? അമ്മാവനില്ലാതെ അമ്മ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. പിന്നെ ഇതൊക്കെ ചോദിച്ചെന്തിനാണ്? അങ്ങനെ ചോദിച്ചോണ്ട് 2 മിനിറ്റ് അങ്ങ് മാറി കിട്ടിയില്ലയോ? ഇനിയിപ്പോ കാര്യത്തിലോട്ട് വരാം. നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഉരുളി കമത്താൻ. എന്നെ നെഞ്ചത്തോ? അല്ലെന്ന്. പിന്നെ അമ്മ എനിക്ക് നേർച്ച നേർന്നിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഉരുളി കമത്തണമെന്ന്. എന്റെ പൊന്നു തമ്പുരാന് എവിടെ നേർച്ച ഇതുവരെ തീർന്നില്ലയോ? ഇതുവരെ തീർന്നിട്ടില്ല. അമ്മാവൻ അറിയാവാ? ഒരു 2-2.5 ഏക്കറുള്ള ഒരു അമ്പലത്തിൽ കൊണ്ട് എന്നെ ഡെയിലി ശയനപ്രദക്ഷിണം ചെയ്യിക്കുവാ. ബലിക്കല്ലേ ഒരഞ്ഞൊരഞ്ഞ് പോയതാണ് എന്റെ ഈ മുടി. അറിയാവോ? എന്റെ പൊന്നുകൊത്തി നിനക്ക് എന്താ റോഡിന്റെ സൈഡിൽ കിടന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. അമ്മാവനെ വിളിച്ചു വരുത്തിയത് വഴക്കിടാനാണ്.
ഞാൻ അമ്മാവൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ? ആ പറ. നേരത്തെ ബസ് കയറി വരാൻ പറഞ്ഞാണ്. നേരത്തെ ബസ് കയറി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞിട്ട് വരുന്നത്? ദേഹത്ത് ബസ് കയറുന്ന കാര്യം അല്ല പറഞ്ഞത്. പിന്നെ? 8 മണിക്കാണ് ആദ്യത്തെ ബസ്. ആ. അത് നോക്കി നിൽക്കാൻ ഞാൻ പറഞ്ഞതായിരുന്നു ഒന്ന്. ഞാൻ നോക്കി നിന്നല്ലോ. എന്നിട്ട് കേറാൻ ഞാൻ എന്തായിരുന്നു? നോക്കി നിൽക്കാനില്ലേ പറഞ്ഞു, നീ കയറാൻ പറഞ്ഞില്ല. എന്റെ അമ്മാവൻ എന്നിട്ട് വരാൻ താമസിച്ച എന്താണ് അത് പറ. വരാൻ താമസിച്ച എന്തുവെന്ന് വെച്ചാൽ ഞാനൊരു ബസ് വന്നപ്പോ അതാ കയറി ആ. കയറി കഴിഞ്ഞപ്പോ കണ്ടക്ടർക്ക് ഒരു അഹങ്കാരം. അവന്റെ ചവക്കല്ല് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. എന്തിന്? പിന്നെ അവൻ തോന്നിയ ദിവസം പറഞ്ഞു, എടാ ഈ കാര്യം പറഞ്ഞു എല്ലാം വായിരിക്കുന്ന വട്ടാനം എല്ലാം പറഞ്ഞോടാ. അതുകൊണ്ട് നീ ഞാൻ പോ. ഒന്ന് മിണ്ടായിരിക്കാം. ഞാൻ അമ്മാവന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. എന്നിട്ട് എടാ നിനക്കറിയത്തില്ല, ഞാൻ ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് സൈഡ് സീറ്റായിട്ട് ഇരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. അതെന്തിനാണ്? എനിക്ക് ഈ വീടും മരവും ഒക്കെ ഓടി പോന്ന കാണണം. കൊള്ളാം. എന്നിട്ട് അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് കാല് വെളിയിലോട്ടിട്ട് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ബസ്സിനകത്തുനിന്ന് കാല് വെളിയിലോട്ടിട്ട അമ്മാവ അതൊക്കെ ശിക്ഷാർഹമാണ്. ബസ്സിനകത്ത് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്തുവാ? കയ്യും തലയും വെളിയിൽ ഇടരുതെന്ന്. കയ്യും തലയും വെളിയിലിടുന്നല്ലേ എഴുതിയേക്കുന്നത്? കാല് വെളിയിലിടുന്ന എവിടെ എഴുതി വെച്ചേക്കുന്നു? അറിയാവോ? വല്ല പൂക്കത്തള നിനക്കറിയാവോ? പിന്നെ ഇങ്ങനെ ദൈവമേ, രണ്ടുപേരും ഒന്ന് മിണ്ടാതിരിക്കാൻ. പറയാം മാവ. എന്നാ പറയാം മച്ചി. ശരി, ഒറ്റക്ക് കളിച്ച് കയറ്റണമെന്നായിരിക്കും. അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ മിണ്ടായിരിക്കാൻ പറഞ്ഞ ഇതിൽ പറഞ്ഞു പോയതാണ്. അമ്മാവൻ ബാക്കി കാര്യം പറ. അമ്മാവൻ ഞാൻ ഒരു കാര്യം പറയാം. ഈ ബസ്സിനകത്തുനിന്ന് കാലൊക്കെ എടുത്ത് വെളിയിലിട്ടാണ്ടല്ലോ, തിരിച്ച് കാലെടുക്കുമ്പോ മുട്ട് കാണത്തില്ല. പൂജ തുടങ്ങി. മോനെ, നീ ഒരു കാര്യം ചെയ്, എവിടെന്തായാലും ലോൺ എടുത്ത് കുറച്ച് കാശ് കൂടെ ഉണ്ടാക്കി വെക്ക. അതെന്തിനാണ്? ഇവിടെ ഉടനെ അമ്പലം പണി നടക്കും. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അമ്മാവ, ഈ കാര്യത്തിന് അമ്മാവൻ എനിക്കൊരു പരിഹാരം ചെയ്ത് തന്നേ പറ്റൂ. എന്തുവാടാ നിന്നെ വണ്ടി ചെയ്ത് വെച്ചേക്കുവാന്നോടാ? നിന്നെ വണ്ടി ചെയ്ത് വെച്ചേക്കുവാ. ഞാൻ അനുഭവിക്കുന്നതൊക്കെ ആരറിയും? രാത്രി കിടന്നുറങ്ങുമ്പോ ഓരോ അമ്പലത്തിൽ നിന്ന് ജപിച്ചുകൊണ്ട് കെട്ടുന്നതാണ്. ഇതെങ്ങാനും ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ചന്ദനത്തിരി കത്തിച്ച് ചന്തിക്ക് കുത്തും. ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. നിന്നെ തൊഴുത്തില്ലാന്നോടാ കെട്ടുന്നേ? എന്തോ മണി കെട്ടിയിട്ടേക്കുന്നേ ഇവിടെ? ഈ മണിക്ക് വേറൊരു കഥയുണ്ട്. നീ അമ്മാവന്റെ അനന്തരവൻ തന്നെ. അമ്മാവാ, ഇതെന്ത് മണിയാന്നറിയാമോ? ഇല്ല. മന്ത്രമണി. അതായത് ദേഹരക്ഷക്കെന്നും പറഞ്ഞ് കെട്ടി തന്നാണ്. ഈ മണി കിട്ടിയതിന്റെ പിറ്റേ ദിവസം ഞാനൊരു ഗാനമേള കേൾക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി. അവിടെ മുട്ടനടി. മുട്ടനാടിന്റെ ഗാനമേളയായിരുന്നോ? അതല്ലെന്ന്, പിന്നെ അവിടെ മുട്ടനടിയായിരുന്നു. ഞാനെടുത്ത് ഓടിയ വഴിക്ക് ഓടിച്ചിട്ട് അടിക്കായിരുന്നു ആൾക്കാർ എന്നെ. നിനക്കെന്താ ഏതെങ്കിലും ഒരു കാട്ടിൽ കയറി അങ്ങ് ഒളിക്കാൻ വയ്യ? കാട്ടിൽ കയറി ഒളിക്കാൻ ഇവനെന്താടി വീരപ്പനാന്നോ? കാര്യം പറഞ്ഞു കൗണ്ടർ അടിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടില് ഞാൻ ചക്രവാണി. ഞാൻ ഓടി കാട്ടിൽ കയറി. എന്നിട്ട് അവന്മാര് കാട്ടിനകത്ത് വന്ന് എന്നെ അടിക്കുകയായിരുന്നു. കാട്ടിനകത്ത് വന്ന് അങ്ങനെ അടിച്ചടാ മോനെ? ഈ ഓടിയ ഓട്ടത്തിൽ കിതയ്ക്കുമല്ലോ, ഇങ്ങനെ ഇന്ന് കിതച്ചപ്പോ ഈ മണി കിടന്ന് നിമ്മൺ അടിച്ച് ദേഹരക്ഷക്കെന്നും പറഞ്ഞ് കെട്ടിയ മണി കാരണം 1.5 മാസമാണ് ഞാൻ ദേഹത്ത് പ്ലാസ്റ്റർ ഇട്ട് ആശുപത്രി കിടന്നത്. എടാ, അത് അമ്മച്ചിയുടെ പ്രാർത്ഥനയുണ്ട് കൊണ്ട് മാത്രമാണ് ഈ 1.5 മാസം കിടന്നത്. അതല്ലേ 1.5 വർഷം നീ അങ്ങനെ കിടക്കേണ്ട കടപ്പായിരുന്നു കേട്ടോ. ഇത് കഷ്ടമാന്ന് പറയാ. നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഉണ്ടല്ലോ, ഞാൻ നല്ല മനസ്സോടല്ല ഇങ്ങോട്ട് വന്നത്. അല്ലേലും അമ്മാവൻ അതില്ലല്ലോ. അതല്ല, എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് നീ വരെ ഒരു വീട് വെച്ച് അവന്റെ പാല് കാച്ച് നീ എന്നോട് പറഞ്ഞോടാ. കണ്ട എങ്ങനെ ഇരിക്കുന്നു? വീട് വെച്ചപ്പോ അമ്മാവനെ പാല് കാച്ചി വിളിക്കണമെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാണ്. ഒരു കാര്യമുണ്ട്, വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലെന്ന്. ഓ, പതുക്കെ പറ. ഇതോടാ അവള് പറഞ്ഞ. അമ്മാവനെ വീട്ടിലേക്ക് വിളിക്കാത്തതിൽ അമ്മക്ക് കുറ്റബോധം ഉണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനല്ലല്ലോ ഞാൻ കേട്ടെ. പിന്നെ അമ്മാവൻ എന്തുവാ കേട്ടത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന്. അത് അമ്മാവൻ എങ്ങനെ അറിയാം? നാട്ടിലും ചെറിയൊരു അഭിപ്രായമൊക്കെ അങ്ങനെ ഉണ്ട്. എന്നാലും അതല്ല, അതങ്ങ് പിന്നെ പോട്ടെ. നീ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നില്ലയോ? അമ്മാവനോട് ഒരു വാക്ക് നീ പറഞ്ഞോടാ. അയ്യോ, ഞാൻ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നല്ല. പിന്നെ അടിച്ചോണ്ട് വരുമായിരുന്നു. ഓ, അതല്ലെന്ന്. അമ്മാവൻ അറിയാലോ, പെണ്ണ് കാണാൻ വേണ്ടി അമ്മ ഇതുവരെ ഒരുങ്ങിയിട്ടുണ്ടോ എനിക്ക് വേണ്ടി? അടാ, അമ്മയല്ല ഒരുങ്ങണ്ടേ, നീ ഒരുങ്ങി പെണ്ണ് കാണാൻ പോകണ്ടേ? എനിക്ക് അതല്ല പറഞ്ഞത്. എന്റെ നിർബന്ധ പ്രകാരം ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒരു പെണ്ണിനെ കൊണ്ട് അമ്മ കാണിച്ചു. എന്നെ കണ്ടതിന്റെ പിറ്റേ ദിവസം ആ പെണ്ണിന് വേറൊരു കല്യാണം ഉറച്ചു. അതിന് ഈ അമ്മ നാട്ടിൽ പറഞ്ഞു നടന്ന എന്തുവാന്നറിയാവാ? എന്റെ നാളിന്റെ ഗുണം കൊണ്ട് ആ പെണ്ണ് കെട്ടി വേറെ പോയെന്ന്. അത് കഴിഞ്ഞപ്പോ പഞ്ചായത്തിലെ കംപ്ലീറ്റ് അച്ഛന്മാരും എന്റെ വീട്ടിൽ വരുമായിരുന്നു ഞാൻ പോയി പെണ്ണിനെ കാണാൻ. എനിക്ക് കെട്ടിച്ചേരല്ല, അവര് വേറെ കെട്ടിപ്പോവാൻ. അത് കഴിഞ്ഞ് ഞാൻ വേറെ ജില്ലയിൽ നിന്നാണ് ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത് പോട്ട്. ആദ്യ രാത്രി ഈ അമ്മ വന്ന് അവളെയും വിളിച്ചോണ്ട് പോയി. ഞാൻ കരുതി മരുമോളോടുള്ള സ്നേഹം കാരണം കൊണ്ടുപോയതാണ്. കുറച്ച് കഴിഞ്ഞമ്മ അടുക്കളയിൽ നിന്ന് ഒരു ഒറ്റ അലർച്ചയായിരുന്നു. ഞാൻ ഓടിച്ചത് നോക്കുമ്പോ എന്റെ അമ്മാവ
തിളച്ചെണ്ണക്കകത്ത് അവിടെ കൈ രണ്ടും കൂടെ പിടിച്ച് മുക്കിയിട്ട് അവളോട് പറയാണ്, മോളെ നീ സത്യമുള്ളവളാന്ന്. എന്റെ പൊന്നു തമ്പുരാനെ. എന്നിട്ടോ അവിടെ കൈ രണ്ട് ഏത്തക്കാപ്പം പോലെ ഇരിക്കുന്നു. അവൾ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമായിരുന്നു. ഇത് കണ്ട ഇതുവഴിയാന്ന് ഇറങ്ങി ഓടിയേ? അല്ല, ഓടുന്ന ഓട്ടത്തിൽ അവള് പപ്പടം കുത്തിക്ക് എന്നെ കുത്തിയിട്ടാ ഓടിയത്. എന്നിട്ട് ഇപ്പൊ കൊച്ചത്തിയാണാ? അവൾ 1.5 വർഷമായിട്ട് പിണങ്ങി അവിടെ വീട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് നീ അങ്ങോട്ട് പോകത്തില്ലയോ? അങ്ങോട്ട് പോകാനായിട്ട് അമ്മ എന്നെ വിടണ്ടേ? ആ കൊച്ചു ഇങ്ങോട്ട് വരത്തില്ലയോ? ഇങ്ങോട്ട് വന്നാ ഈ മുറ്റത്ത് ഞാൻ കേട്ടത്തില്ല. എന്റെ സ്വഭാവം അവർക്ക് അറിയത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ മോനെ സുധാകര, 1 വർഷമായിട്ട് നീ അങ്ങോട്ടും പോകുന്നില്ല, കൊച്ചു ഇങ്ങോട്ടും വരുന്നില്ലയോ? നീ ഒരു കുഞ്ഞിക്കാല് കാണണമെങ്കിൽ ഈ ഉരുളി അമ്പലത്തിൽ കൊണ്ടുപോയി അല്ല കമത്തണ്ടിയ. പിന്നെ ഈ ഉരുളിക്കകത്ത് അവളെ ഇട്ട് അടച്ച് അതിന്റെ പുറത്തൊരു കല്ലെടുത്ത് വെക്കണം. നീ ഞാൻ പറയുന്നൊന്നും കേക്കണ്ട. നിനക്കൊരു കുഞ്ഞൊക്കെ ആവുമ്പോഴേ അവളിങ്ങ് തിരിച്ചു വന്നോളും. വേറെ ചെയ്യുന്നു. ഉഗ്രം കയ്യടി. ഈ അമ്മച്ചിയുടെ 2ാമത്തെ വരവാണിത്. അമ്പികമ്മ, ഞാൻ അങ്ങോട്ട് എന്തോന്നത്? സൂപ്പർ കേട്ടോ. അയ്യോ ഭയങ്കര സന്തോഷം കേട്ടോ. എന്റെ ദൈവമേ, ഇത് ഈ സാധാരണ നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് വേറെ, ഇത് ഫാക്ടറിയൊക്കെ പടക്കത്തിന്റെ ഫാക്ടറി നിന്ന് കത്തുമായിരുന്നു. അയ്യോ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ എവിടെയൊക്കെയോ ഞാൻ സുഖുവേട്ടനെയൊക്കെ കണ്ടു കേട്ടോ. ബോഡി ലാംഗ്വേജ് ഒക്കെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഒരുപാട് കണ്ടു ഞാനും. അതല്ലേ പറയാനുള്ളത്. അങ്ങനെ അല്ലമ്മേ. അല്ലമ്മേ, അതെ അതെ അതെ, അത് എപ്പോഴും സുഖമായിട്ട് അത് പറയുന്നതാണ്. അയ്യോ രസമായിരുന്നു കേട്ടോ, പറയാൻ വാക്കുകളില്ല. നിങ്ങളുടെ ക്യാരക്ടറൊക്കെ അങ്ങ് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു ഓരോരുത്തരുടെയും മനസ്സിൽ. അതൊക്കെ എന്തൊരു സന്തോഷമാണ് അല്ലേ? നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നു. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് വന്ന് അത് അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി വന്ന് നിങ്ങളുടെ അടുത്ത് പറയണം എന്ന് തോന്നി. വലിയ സന്തോഷം. ശരി, ഇവിടെ നിൽക്കുവാണോ? ഫുൾ കമന്റ്സ് ഇവിടെ നിൽക്കുവാണോ ഇവരോട്? അവിടെ നിൽക്കട്ടെ. നിൽക്കട്ടെ. രാജുമോനെ, അഭിലാഷേ, വിഷ്ണു, കില്ലിക്കട്ടൻ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ കില്ലിക്കട്ടനായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കിറ്റിന്റെ 2ാം ഭാഗം ഇറങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ 100 ആയിരിക്കും, അതിലും ചിലപ്പോൾ ഒന്ന് താന്നിരിക്കും. പക്ഷേ അത് 100 ആണെങ്കിൽ ഇത് 250 കലക്കി കളഞ്ഞിട്ടാ 3 പേരും. ഞാൻ നമ്മുടെ രാജ്മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, നിങ്ങളൊരു ചെറിയ മീനല്ലെന്ന്. ഈ സ്കിറ്റിൽ നിങ്ങൾ 3 പേരും വലിയ മീനാണ്, ഒട്ടും ചെറിയ മീനല്ല. കാരണം ഇതിന്റെ ഏറ്റവും വലിയ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ സംഭവം ആ വീട് തന്നെ കാണിച്ചില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ഈ പുറത്തേക്കുള്ള പോക്ക് വീട്ടിൽ നിന്നും ആരംഭിക്കാം, ഉരുളിയൊക്കെ ആയിട്ട് പോണത്. പക്ഷെ അതാണ് നിങ്ങളുടെ ബ്രില്യൻസ്. കാരണം ഒരു തെരുവിലാക്കി ഈ സാധനം. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഇതിക്ക് മുമ്പ് ഇവരെ കണ്ടത് കൊണ്ടും അതേപോലത്തെ ഒരു വിറ്റുകൾ ഇതിനകത്തുണ്ടല്ല. മന്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ മറ്റേ പൂജാപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം ഇതിന് അനുയോജ്യമായ സാധനങ്ങളായിരുന്നു. ക്ലൈമാക്സ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, നിങ്ങളുടെ കോമ്പിനേഷൻ, ഈ ഒരു സ്കിറ്റിൽ നിങ്ങളുടെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലട്ടാ. അടിപൊളി. ബാക്കി നസീർക്ക് പറയും. ഓൾ ദ വെരി ബെസ്റ്റ്. കലക്കി. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുക. നിങ്ങളുടെ ഇതുപോലുള്ള സ്കിറ്റുകൾ വരുമ്പോൾ നമ്മൾ ചിരിച്ചാൽ അത് അവിടെ കേൾക്കില്ല. കാര്യം അത്രയ്ക്ക് റേഞ്ചിൽ, അത്രയ്ക്ക് ടെമ്പോയിൽ നിന്നാണ് നിങ്ങൾ ആ സ്കിറ്റ് കളിച്ചത്. അതിൻ്റെ 100 മടങ്ങ് മേളിലാണ് ഈ സ്കിറ്റുകൾ. ഇതിനു വേണ്ടി എനർജി എവിടെ നിന്നാണ് എൻ്റെ പൊന്നെ, എൻ്റെ രാജുമോനെ വരുന്നത്? ചിലപ്പോൾ ഉരുളി കമത്തിയതായിരിക്കും. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ രാധാകൃഷ്ണന്റെ പൂജയായിരിക്കും, ഏതോ ഒരു പൂജയാണ്. അല്ലെങ്കിൽ ഇത്ര റേഞ്ചിൽ നിന്ന് കളിക്കാൻ പറ്റിയല്ല. കാര്യം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒച്ചയടയ്ക്കും. ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെയും ആ ഒരു റേഞ്ചിൽ നിന്ന് കളിക്കുന്നതുകൊണ്ടാണ് ഈ സ്കിറ്റ് ഇത്രയും മനോഹരമാക്കാൻ പറ്റിയത്. ഒരു പൊടിക്ക് പോലും നമുക്ക് റെസ്റ്റ് തരുന്നില്ല. അതിൻ്റെ ഉള്ളിലെല്ലാം കൗണ്ടറുകൾ നിറച്ച്, കൗണ്ടർ ഇല്ലെങ്കിൽ പോലും അവിടെ സിറ്റുവേഷൻ നിറച്ച്, അല്ലെങ്കിൽ ഒരു നോട്ടം നിറച്ച്, അങ്ങനെ നിങ്ങളത് ഫില്ലാക്കിയിരിക്കുക. 3 ക്യാരക്ടർ ഒന്നിനൊന്നിന് മെച്ചമാണ്. എനിക്ക് അമ്മയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അമ്മയും മോനും കൂടെ ഉള്ളൊരു വഴക്കില്ലേ അവിടെ നിന്നുകൊണ്ട്, അതിൽ കുറേ ആക്ഷൻസ് ഉണ്ടായിരുന്നല്ലോ, ഒരു രക്ഷയില്ലാത്ത. ഇത് നമ്മൾക്ക് നോൺ സ്റ്റോപ്പ് ചിരി തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് ഓരോന്ന് എണ്ണി പറയുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. അപ്പം എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആവട്ടെ മുമ്പോട്ടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഐശ്വര്യമായിട്ട് ആ പൈസ അങ്ങോട്ട് അവിടെ സന്തോഷമായിട്ട് പോയ ചേച്ചിക്ക് ഇവിടെ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റിയില്ലായിരുന്നു. ചിരിക്കണായിരുന്നു. ചേച്ചി കൊടുക്കട്ടെ.
പിന്നെ അമ്മച്ചി നല്ലോണം പ്രാർത്ഥിച്ചോ. പിന്നെ ഇനി എങ്ങാനും പഞ്ച് കിട്ടുവാണെങ്കിൽ നാവിൽ ശൂലം തറച്ചോണ്ട് സ്കിറ്റ് ചെയ്യാൻ നേർന്നോ. എത്ര രൂപ കൊടുക്കാം? ഞാനൊരു 20 രൂപ കൊടുക്കാൻ വിചാരിച്ചു. 20,000 രൂപ. ഓക്കെ, വിജയപ്പെടുത്തേടാ. ഞാനിത് കണ്ടത് കൊണ്ടാണ്, നേരത്തെ കണ്ടത് കൊണ്ടും അതിലും നന്നാക്കിയത് കൊണ്ടും 5,000 രൂപ കൂടുതൽ കൊടുക്കും. 25,000 രൂപ ടോട്ടൽ 45,000 ആയിട്ടുണ്ട് ഇപ്പൊ. ബാക്കി ഞാനിതൊന്നും കാണാത്തത് കൊണ്ടും ഇതിലും പേരിൽ മൂന്നാമത് പ്രതീക്ഷിച്ചുകൊണ്ടും കിടക്കുന്നു. ടോട്ടൽ എമൗണ്ട് ഗോൾഡൻ പഞ്ച്, ബാക്ക് ടു ബാക്ക് ഗോൾഡൻ പഞ്ച്. അടിപൊളി, 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 ഉഗ്ര, വലിയ കൈയടി. പിന്നെ വേറൊന്ന് ശ്രദ്ധിച്ചോ, രാജുമോനാണ്. രാജാവിന്റെ മകൻ. എന്റെ അങ്ങ് കൊല്ലന്റെ അങ്ങ്. രാജിമോൻ ചോദിക്കാം ഇപ്പോ. പറയൂ വിഷ്ണു, എന്താണ് തോന്നുന്നത്? ഒരു സന്തോഷമുണ്ട്. അതറിയാം, സന്തോഷം. ഞങ്ങള് ഈ സത്യം പറഞ്ഞ ഈ മറ്റേ സ്കിറ്റ് നേരത്തെ കളിച്ചുകൊണ്ടേ താന്നു പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതിന്റെ അടുത്ത് വന്നില്ല. നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടന്റ് പിടിക്കുമ്പം അതൊക്കെ മേളിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അങ്ങനെയുള്ള എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അങ്ങനെ തീരുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ നല്ലപോലെ വന്നു, അതിനുള്ള ഭയങ്കര സന്തോഷം. പക്ഷെ നിങ്ങളുടെ റേഞ്ചും അതുപോലെ തന്നെ കൗണ്ടറുകളും അതിലും ഭയങ്കരമായിരുന്നു ഇതിനകത്ത്. അതാണ് ചേച്ചി അങ്ങോട്ട് വന്നത്. അതിന്റെ ബലം ബാക്കിൽ കിടക്കണണ്ട. അതെ, ഈ ഇങ്ങനെ പോവാണെങ്കിൽ ഈ അമ്മച്ചി ഇടക്കിടക്ക് വരുന്നതിന് കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ഇല്ല. അപ്പൊ സന്തോഷമല്ലേ അഭിലാഷ് ബ്രോ? എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഈ വിഷ്ണു പറഞ്ഞ പോലെ ഞങ്ങൾ ആദ്യം തന്നെ ആദ്യത്തെ സ്കിറ്റിന് പഞ്ചടിച്ചപ്പം ഞങ്ങളിങ്ങനെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതിന്റെ 2ാം ഭാഗം നമുക്ക് പിടിക്കാം. ഇങ്ങനെ പ്ലാൻ ഇങ്ങനെ നേരത്തെ ഇട്ടതാ. അപ്പം ഞാൻ എന്തേലും പറഞ്ഞു അതൊന്നും അടിച്ച് നിൽക്കുമല്ലോ, നമുക്ക് പതുക്കെ അത് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പം ഈ കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു എന്നാൽ നമുക്ക് അത് തന്നെ പിടിക്കാം. അങ്ങനെ പറഞ്ഞിരുന്നിരുന്നിരുന്ന് എന്തായാലും ആ ഒരു വഴിക്ക് തന്നെ എത്തി. അത് വലിയ സന്തോഷം. അടിപൊളി, അടിപൊളി. രാജീവോനെ എന്തോ പറഞ്ഞോട്ടെ. ഇതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. കാരണം ഞാനിവിടെ വന്ന സമയത്ത് നമുക്കൊരു ഇതുപോലെ സിങ്കായിട്ടുള്ളൊരു ടീം ഇല്ലായിരുന്നു. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ സാർ ഇടുമായിരുന്നു. അങ്ങനെ അവരൊക്കെ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരെയും കൂടെ ഇങ്ങനെ ഇട്ടു. ഞങ്ങളുടെ ഫസ്റ്റ് സ്കിറ്റാണ്. ഞങ്ങൾ ആദ്യം കളിച്ച സ്കിറ്റിൻ്റെ സെക്കൻഡായത്. ഞങ്ങൾ ആദ്യം കളിച്ചത്, ഞങ്ങൾ ഇട്ട സമയത്ത് കളിച്ച സ്കിറ്റായത്. അത് ഇതുപോലെ ഗോൾഡൻ പഞ്ചായിരുന്നു. അപ്പോൾ എന്താ പറയാ, സന്തോഷം മാത്രം. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ഗ്രൂമേഴ്സ് ക്ലൈമാക്സ് രണ്ടുപേരോട് ഒരുമിച്ചാ അല്ല, നമ്മള് സ്കിറ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കളിച്ച് കാണിക്കുന്നതിന് മുമ്പ് അവരോടൊന്ന് പോയി പറയും എന്താണ് സംഭവം എങ്ങനെയാണെന്നൊന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കൗണ്ടർ പറഞ്ഞു തരും. പിന്നെ അതും നിറച്ചുകൊണ്ട് പോയി 2 പ്രാവശ്യം കളിച്ച് കാണിക്കുമ്പോഴാണ് പിന്നെ കുറച്ചുകൂടെ കിട്ടും. പിന്നെ ഇവിടെ വന്ന് ഉരുളിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൈമാക്സ് ഉണ്ടാക്കിയതായിരുന്നു. അത് ബ്രില്യന്റ് ആയിരുന്നു കേട്ടത്. ഞാനിത് ഈ സ്കിറ്റിന്റെ കാര്യം ശശാങ്കൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ ശശാങ്കൻ ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെ ഉരുളിയുടെ സാധനം പറഞ്ഞു ക്ലൈമാക്സ്. അതായത് ഭാര്യ ഇവിടെ ഇല്ല, ഭാര്യ വീട്ടിലില്ല, ഭാര്യ ഇങ്ങനെ പിണങ്ങി പോയിരിക്കുക. അപ്പൊ അമ്മ കയറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം ശശാങ്കൻ ചേട്ടൻ, അതായത് ഞങ്ങൾ ഈ സ്കിറ്റ് പിടിച്ച് തുടങ്ങുന്ന മുമ്പേ ക്ലൈമാക്സ് ഇങ്ങനെ ആക്ക്, ബാക്കി നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് രാജേഷ് പണവളിച്ചേട്ടൻ കുറേ വർക്ക് ചെയ്തു. ഗ്രൂമേഴ്സ് എല്ലാവരും ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സന്തോഷം അവർക്ക് എന്തായാലും ഇതങ്ങ് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റെജി സാന്ദ്ര ഈ സ്കിറ്റ് കേട്ടോണ്ടിരുന്നപ്പോൾ ഒരു കൗണ്ടർ പറഞ്ഞു. അതായത് ഈ ഉരുളി കമത്തി എൻ്റെ കല്യാണത്തിന് പായസം വെക്കുമ്പോൾ ആ ഉരുളി വരെ എടുത്ത് അമ്മ കമത്താറുണ്ടെന്ന്. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അല്ല, റെജി സാന്ദ്ര അങ്ങനെ കൗണ്ടർ കൊടുക്കുന്ന ആളല്ല. നിങ്ങളുടെ ഭാഗ്യം. അതെ, എല്ലാം മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാ. പിന്നെ നിങ്ങളുടെ തുളുമ്പി പോയതാണെന്ന്. അപ്പം നിങ്ങളുടെ ഇങ്ങനെ ഉഷാറായിട്ട് പോട്ടെ. അടുത്ത ഐറ്റം ഇതിലും ഗംഭീരമാവട്ടെ. ഓക്കെ അമ്മച്ചി, പാവത്തിന് വെറുതെ വിട കേട്ടോ. പോയിരിക്കാറായി കേട്ടോ. അമ്മാവ വീട്ടിൽ കയറ്റാൻ കൊടുത്തുള്ളത് ഞങ്ങളെ ഫ്ലോറിൽ കയറ്റാൻ കൊള്ളാം. ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു നല്ല കൈഡി. ഫ്ലവേഴ്സ് കോമഡിയുടെ ഐറ്റം വേറെ, അടുത്ത സ്കിറ്റ് അല്ല, ഒരു പുതിയ ഐറ്റത്തിന് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അങ്ങ് മലയും കീഴുന്ന്. ഓക്കെ, വരാൻ പോകുന്ന ആളെ പറ്റിയിട്ട് ഒരുപാട് വർണ്ണനകളൊന്നും തരാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല. നിങ്ങൾ ആ എക്സൈറ്റ്മെന്റ് നിങ്ങളിൽ തന്നെ നിൽക്കട്ടെ. ആളുടെ പാട്ട് തീരുമാനിക്കും ആളെന്താണെന്നുള്ളത്. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറിലേക്ക് ലെറ്റ്സ് വെൽക്കം രാഹുൽ. രാഹുൽ, നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. എന്താ ചെയ്ത് രാഹുൽ? ഞാനൊരു ഇലക്ട്രോണിക്സ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ഗായകനും കൂടിയാണ്. ഞാൻ ഇവരെ ഞാൻ സാധാരണ ഒരു ചടങ്ങുണ്ട് ഇവരെ പരിചയപ്പെടാന്നുള്ളത്. ഞാനത് ഇവരെ ഇപ്പൊ പരിചയപ്പെടുത്തുന്നില്ല. നമുക്ക് രാഹുലിന്റെ പാട്ട് കേൾക്കാം ആദ്യം, അതിനുശേഷം പരിചയം. ഓക്കെ.
പാടിയത് രാഹുലാണ്. കേട്ടത് ആരുടെങ്കിലും ശബ്ദമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ ബിജുക്കുട്ടൻ ചേട്ടാ? ദാസേട്ടന്റെ അല്ലേ? അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് രാഹുല് അനുകരിക്കണല്ല അല്ലേ? അല്ല സാർ, അയ്യോ സംശയം മാറി. രാഹുൽ ഒരു വലിയ കേടി. അയ്യോ രാഹുല് പ്രൊഫഷണൽ സിംഗറാണോ? ഗാനമേള ട്രൂപ്പിൽ അങ്ങനെ എവിടെയെങ്കിലും പാടുന്നുണ്ടോ? അല്ല സാർ, ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, മ്യൂസിക് പഠിച്ചിട്ടൊന്നുമില്ല, പ്രൊഫഷണൽ സിംഗർ അല്ല. പിന്നെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എവിടെയാണ് ആദ്യം പ്രകടിപ്പിച്ചത്? സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് പാടും. അപ്പോൾ ആ സമയത്തൊക്കെയാണ് അറിഞ്ഞത്, ഇങ്ങനെ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് ദാസേൻ്റെ ശബ്ദം ഒരു സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അപ്പൊ ഇത്ര നന്നായിട്ട് പാട്ട് പാടിയിട്ട് എന്താണ് സംഗീതം പഠിക്കാത്ത രാഹുലേ? ചതിയാണോ ഇത്? സംഗീതത്തോടുള്ള ചതിയാണ്ടോ നിങ്ങൾ ചെയ്യണത്? അത് ദയവായിട്ട് പാടാനുള്ള കഴിവ് കൊടുത്തു, ആ ശബ്ദവും കൊടുത്തു. ചിലവർക്ക് അങ്ങനെ ശബ്ദം കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നവരില്ല. സ്കൂളിന്റെ പഠിത്തം മാറ്റി വെച്ചോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി മെച്ചൂർഡ് ആകുമ്പോൾ അത് അറിയുമല്ലോ. അപ്പോഴെങ്കിലും നമുക്ക് ഇതൊന്ന് പഠിച്ചാൽ കൊള്ളാം, ഒന്നും പഠിച്ചാൽ കുറച്ചും കൂടി വിപുലമായിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന കൂട്ടുകാരോ വീട്ടുകാരോ ഒന്നും പറഞ്ഞിട്ടില്ലേ? അല്ല, എല്ലാവരും പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം, ജോലിയുടെ പിറകെ പോകണം, മ്യൂസിക്കിന്റെ പിറകെ പോകരുത് എന്നൊക്കെയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ? വീട്ടില് അമ്മ, കുഞ്ഞമ്മ, അച്ഛൻ മരിച്ചു, പിന്നെ ഞാനും. കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല. ചെറിയ പ്രായമാണ് അല്ലേ? അല്ല ഇനി സമയം ഉണ്ട് കേട്ടോ, ഒരു ഒട്ടും സമയം വൈകിട്ടൊന്നുമില്ല. അതെ, ഇനിയും പഠിക്കാം, ഇനിയും നമുക്ക് സാധ്യതകളുണ്ട്. ഇനിയെങ്കിലും പഠിക്കാനുള്ള ശ്രമം നടത്തി നോക്കാം. സംഗീതം പഠിക്കാൻ അങ്ങനെ ഇന്ന പ്രായമൊന്നും ഇല്ല അല്ലേ? ഇനി വേണേലും പഠിക്കാം. പിന്നെ തീർച്ചയായിട്ടും. അല്ല ഞാനൊരു കാര്യം ചോദിട്ടെ രാഹുലെ, ഇത് നാട്ടിലറിയാമോ? കുറച്ചു പേർക്കൊക്കെ അറിയാം. നാട്ടിലെ പരിപാടികളൊന്നും പങ്കെടുക്കാറില്ലേ? ക്ലബ്ബ്, അമ്പലത്തിലെ പരിപാടി അങ്ങനെ ഇങ്ങനെയൊക്കെ പങ്കെടുക്കാറുണ്ട്. ജോലി വാങ്ങിക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമാണല്ലേ? അങ്ങനെ ഇറങ്ങിയാൽ ഇപ്പോഴും വലിയ താല്പര്യമില്ലാന്നാണ്. ഇവിടെ വന്നത് അബദ്ധമായി പോയാന്ന് വരണ്ടായിരുന്നു, ഞാൻ വൈറലാവും. അതെ, രാഹുല് നല്ല ഒന്നാന്തരം ഒരു കലാകാരനാണ്. നിങ്ങളെ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന്റെ സമയം കഴിഞ്ഞു പോയി കേട്ടോ. പക്ഷെ ഇനിയും തപ്പിയെടുക്കാം. നിങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് വളർന്നാലേ വളരുള്ളൂ, പിന്നെ നാട്ടുകാർ വളർത്തിക്കുള്ളൂ. തുടങ്ങിയാൽ മതി. തുടക്കത്തിലുള്ള സപ്പോർട്ട് ഇപ്പൊ നമ്മളുണ്ട്, കണ്ണൂരുകാരുണ്ട്. തുടക്കമായിട്ടുണ്ട്, കുഴപ്പമില്ല. തുടക്കമായി കഴിഞ്ഞു. ഒരു പാട്ട് കൂടെ ആവാം. ഏത് പാട്ടാ രാവിലെ? ഗോപിക ഹൃദയം ഒരു വെൺശംഖ് പോലെ. ഗോപികേ ഹൃദയമൊരു വെൺശംഖ് പോലെ തീരാ വ്യതകളിൽ വിങ്ങുന്നുവോ, ഏതോ വിഷാദമാ സ്നേഹാർദ്രസാഗരം ഉരുകി നിന്റെ കരളിൽ. ഗോപികേ ഹൃദയമൊരു വെൺശംഖ് പോലെ തീരാ വേദകളിൽ വിങ്ങുന്നുവോ. ഏതോ വിഭാതം പാടും സോപാനഗാനം പോലെ ഗന്ധർവ ഹൃദയം മീട്ടും ഹിന്ദോളരാഗം പോലെ പ്രണയാർദ്രമായി നിൻ മാനസം. ഒരു പൂർണ്ണചന്ദ്രോദയം കടലിൻ്റെ അലമാലയെ ഉണരുന്ന പോലെ സ്വയം മറന്നു. ഗോപികേ ഹൃദയമൊരു വെൺശംഖ് പോലെ തീരാ വ്യതകളിൽ
ഒന്നും പറയാനില്ല. അല്ല നിങ്ങൾ സംഗീതം പഠിച്ചില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര ദ്രോഹമായി നല്ലൊരു കലയോട് ചെയ്യുന്നത്. കാര്യം നമ്മളൊരു കള്ളത്തൊണ്ടയിലോ അല്ലെങ്കിൽ അത് ഇമിറ്റേറ്റ് ചെയ്ത് പാടുകയാണെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഹൈ വരെയും നല്ല വൃത്തിയായിട്ട് പാടുന്നുണ്ട്. അപ്പം വേണ്ട നമ്മൾ സംഗീതം പഠിക്കുക എന്നുള്ളതാണ്. എനിക്ക് കിട്ടിയായിരുന്നുണ്ടല്ലോ കലക്കിയനെ. എനക്കതല്ലേ തരാത്ത കലക്കൊന്നറിയാം. രാഹുൽ അവിടെ ഗാനമേളക്കൊക്കെ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. അത് ഏത് ട്രൂപ്പാണ്? ഞങ്ങൾ വീടിന്റെ സ്ഥലത്തേക്കുള്ള അത്രേ ഉള്ളൂ. പുള്ളി ആ മലയങ്കീഴ് വിട്ടുള്ള കളിയില്ലടാ, അവിടെ മാത്രമേ ഉള്ള പരിപാടിയേ ഉള്ളൂ. അത് പോരാ, നമുക്ക് വൈഡാകാനുള്ള കഴിവ് കയ്യിലുണ്ടല്ലോ, പിന്നെ എന്തിനാ അത് ഇല്ലാതാക്കുന്നത്? എന്നാൽ കഴിയുന്ന രീതിയിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്തായാലും ഇത് കാണണത്, കാരണം മ്യൂസീഷ്യന്മാർ ഇത് കാണണം, അല്ലെ കേൾക്കുകയും കേൾക്കണം. ഞാനും പറയാം. അതെന്തായാലും ചേച്ചി ഇപ്പൊ ഒരു ഇത് തന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കൊന്ന്. തീർച്ചയായിട്ടും ഇത് കാണും, അത് വേറെ കാര്യം. പേഴ്സണലായിട്ട് പറയുകയും കൂടി ചെയ്യുന്നത് അത്. രാഹുല ഇത് കഴിഞ്ഞിട്ട് ഹരിവരാസനം ഒന്ന് പാടുവോ? പാടാം സാർ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പകുതി പേരും കണ്ണടച്ച അയ്യപ്പനെ വിളിച്ച് സത്യം. നീ ഒരു വരവ് ഇവിടെ വരുമ്പോ രാഹുൽ വേറൊരാളായിരിക്കും, വേണമെങ്കിൽ കണ്ടോ? വേറൊരാളായിരിക്കും, വേണമെങ്കിൽ കണ്ടത്. നമ്മുടെ കുടുംബത്തേക്ക് വരുന്നവരെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അപ്പം അങ്ങനെ രാഹുലിന്റെ കലാജീവിതത്തിന്റെ ഒരു വലിയ തുടക്കമാവട്ടെ. അപ്പോൾ രാഹുൽ ഫ്രം മലയങ്കീട് ഒരു വലിയ കൈഡിയും കൂടെ. ഇനി വരുമ്പോ ഇതിൽ ഉഷാറാക്കണം നമുക്ക്. ഓക്കെ, ഇനി വരുമ്പോ ഇത് ഐറ്റം വേറെ ആയിരിക്കും. താങ്ക് യു രാഹുൽ, താങ്ക് യു സോ മച്ച്. പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് റെഡി. വിളിക്കാം. സജി തിരുവല്ല ചേട്ടൻ, സജി പേടേട്ടൻ കൂടെ ആരായിരിക്കും? പ്രജിത്ത്. ഒരു നല്ല കൈഡി. എന്റെ ദൈവമേ, കഴിഞ്ഞ ആഴ്ച മേടിച്ച അരിയാ. ഇത് അരി മേടിച്ചപ്പോ കിട്ടിയ കല്ലാണോ അതോ കല്ല് മേടിച്ചപ്പോ കിട്ടിയ അരിയാണോ എന്തോ ആർക്കറിയാം. ഇതാര് വിളിക്കണേ? ഹലോ ആ പറയടി. എടി ഞാൻ സുഗന്ധി. ആ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ ഒന്നും പറയണ്ടടി, ഇന്നെന്റെ ഡൈവിംഗ് ആനിവേഴ്സറിയാ. ഡൈവിംഗ് ആനിവേഴ്സറിയാ? ആ എടി സാധനം വെഡിങ് ആനിവേഴ്സറി എന്നല്ലേ പറഞ്ഞ, പിന്നെ ഡൈവിംഗ് ആനിവേഴ്സറി? അത് മര്യാദക്ക് കല്യാണം കഴിച്ചു പോയത്. ഞാനിപ്പോ ചാടി ഒരുത്തന്റെ കൂടെ വന്നില്ലേ, അതുകൊണ്ടാ പറഞ്ഞ ഡൈവിംഗ് ആനിവേഴ്സറി. അങ്ങനെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ എന്തോ പറയാനാടി, ഇപ്പൊ 1.5 ആഴ്ച കൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കോ, ഭർത്താവുമായിട്ട് പിണങ്ങി. അയ്യോ, അതെന്ത് പറ്റി? അത് കഴിഞ്ഞ ആഴ്ച ഇയാൾ ഒരു പൊതി കൊണ്ട് തന്നു. ഈ പൊതി കൊണ്ട് തന്നിട്ട് ഇങ്ങാര് പറഞ്ഞ് ഇതിന് ചിക്കൻ 65 ആണെന്ന്. എടി 65 എന്ന് പറഞ്ഞാൽ നിനക്കും അറിയാം എനിക്കും അറിയാം 65 ആണെന്ന് അറിയാലോ. ഞാൻ അന്നേരം തന്നെ ആ പൊതി അഴിച്ചു നോക്കിയപ്പം ആകെ 12 പീസ്
പീസേ ഉള്ളു. ബാക്കി 53 പീസ് ഏത് പെണ്ണിന് കൊണ്ട് കൊടുത്തെന്ന് ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പെണ്ണിക്ക് എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു. എന്റെ അമ്മാവനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, എനിക്കറിയാം. എടി 65 എന്ന് പറഞ്ഞാലേ നിർത്ത്. നീ കൂടുതലൊന്നും പറയണ്ട. ബെസ്റ്റേ ഫോണ് കേട്ടോ. ഒന്നില്ലല്ലേ, അമ്മയില്ലാതെ വളർന്നല്ല ഞാന്. എനിക്കറിയോ, അമ്മയില്ലാതെ വളർന്നതാ ഞാൻ. അമ്മയുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ആ അമ്മയുണ്ടായിരുന്നെങ്കിൽ രാവിലെ കാപ്പി ഉണ്ടാക്കുമായിരുന്നു, ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുമായിരുന്നു, വൈകിട്ട് അത്താഴം എല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. തൊടണ്ട എന്നെ കേട്ടല്ലോ. എനിക്കറിയാം നിങ്ങൾ ഇന്ന് വരുമെന്ന്. ബാക്കി 53 ചിക്കൻ ഫ്രൈസ് ഏത് പെണ്ണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയണം. എനിക്കിപ്പോ അറിയണം. അയ്യോ അമ്മാവൻ, അമ്മാവാ അടക്കേ. അമ്മാവ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. അമ്മാവ എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ. നിന്റെ പിടുത്തം കണ്ടാ തോന്നുവല്ലോ എന്നെ അങ്ങ് പിഴിഞ്ഞെടുക്കുവാന്ന്. അമ്മാവാ നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ എല്ലാം അറിഞ്ഞിട്ടായി വന്നേക്കണത്. ആണോ? ഞാൻ നിന്നെ കുറ്റം പറയത്തുള്ളൂ. അത് എടി 5 വർഷം പ്രേമിച്ച് നടന്നവനെ കളഞ്ഞേ ചല്ലടി. വീട്ടിൽ വെറും 5 മിനിറ്റ് ചായ കുടിക്കാൻ വന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയത് നീ. അത് പിന്നെ ബുക്ക് ചെയ്ത ഓട്ടം വന്നില്ലെങ്കിൽ വരുന്ന ഓട്ടക്കെങ്കിലും കയറി പോണ്ടേ? അമ്മാവാ, അമ്മാവനറിയോ, ഇങ്ങാര് പാതിരാത്രി ആകുമ്പോഴാ വീട്ടിൽ വന്ന് കേറല്ലേ. അപ്പോഴിങ്ങാരെ നോക്കി ഞാൻ നേരത്തെ ഇരുന്നിട്ട് നേരത്തെ തന്നെ അത്താഴം കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങും. എടി അപ്പൊ നിനക്ക് പറയാനില്ലേ പാതിരാത്രി കയറി വരാൻ ഇത് സത്രമല്ലെന്ന്? അയ്യോ, അത് പറയാൻ പറ്റത്തില്ല. അതെന്താ? അങ്ങാരുടെ വീട്ടുപേര് സത്രമെന്നാ. കിടക്കണം ഈ സത്രത്തിൽ മോനെ. എന്റെ കണ്ണിലെങ്ങാനും കണ്ടാടല്ലോ അവന്റെ കൈ കാലി ഞാൻ തല്ലുപിടിക്കും. പിന്നെ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ ഇന്ന് വരുമായിരിക്കും മിക്ക. നല്ല കാര്യമായി. അവൻ ഇവിടെ വന്നാൽ അവൻ മുട്ടയിലഴഞ്ഞ ഇവിടുന്ന് പോത്തുള്ളൂ. അത് ഞാനാ പറയണം. നീ നോക്കിക്കോ. അല്ലേ അവനിങ്ങ് വരട്ടവൻ. സുഷമേ, ആടിന് കാടി കൊടുത്തില്ലടി, കിടന്ന് കുറയ്ക്കുന്നുണ്ടല്ലോ. മനുഷ്യനെ തിരിച്ചറിയണം. തിരിച്ചറിയാൻ ഇവിടെ തിരിച്ചറിയൽ പരേഡൊന്നും നടക്കുന്നില്ല. അത് പറയാൻ നിങ്ങൾ ആര്? മേജർ രവിയോ? എപ്പ വന്ന്? 10-60 വർഷമായി വന്നിട്ട്. എപ്പ പോവും? എന്താ ഉദ്ദേശം? പല ഉദ്ദേശങ്ങളും ഉണ്ട്. നിന്റെ ഓരോ ഉദ്ദേശം ഇവിടെ നടക്കുകയല്ല. അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് മുട്ടയിലേ പോകത്തുള്ളൂ. ഞാനാ പറയണം. പച്ചിലപ്പാമ്പിന്റെ നാക്കിന്റെ അടിയിലെ വിഷവും, പേരത്തമ്പഴം, ആപ്പിള്, നാറ്റപ്പൂച്ചെടി, ഇതൊക്കെ ചേർത്തിട്ട് 10 വർഷം കുഴിച്ചിട്ട സാധനം. മദ്യത്തിനും മയക്കുമരുന്നിനും വഴങ്ങുന്നവനല്ല ഈ കീരി രാഘവൻ. അത് മനസ്സിലാക്കിയോ? ഒരു പെക്കടിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കറങ്ങി നടക്കാം. സൂപ്പർ സാധനമാണ്. ഓ പിന്നെ ചുമ്മാ അങ്ങനൊന്നും നടക്കുകയില്ല. ഏയ് നല്ല സാധനം. എടി സുഷമേ, എടി കാലി കെട്ടിയ സ്വന്തം കെട്ടിയവൻ ഇവിടെ വന്നിട്ട് അവൻ എന്തായാലും കുടിക്കാൻ കൊടുക്കണ്ടേടി. നീ എവിടെ കിടന്നവളാടി? എടി അവർക്ക് എന്തായാലും കൊണ്ട് കുടിക്കാൻ കൊടുക്കടി 2 ഗ്ലാസും. അയ്യോ, ഞാൻ എപ്പോഴും പറയും നിന്റെ കാര്യം, എപ്പോഴും പറയും. എന്ത് പറയും? അങ്ങനെ ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത്. വെള്ളം കൊണ്ടുവന്ന് കണ്ടോ? അയ്യോ സുഷമേ, ഞാൻ കഴിച്ചോളാം. ദൈവമേ. ഷമ്മേ, നീ 2 ആഴ്ച എന്റെ അടുത്തുനിന്ന് പിണങ്ങി നീ മാറിയൊന്നുമില്ലടി. നീ ഞാനല്ലല്ലോ, അണ്ണനല്ലേ പണങ്ങിയത്. നീയാണ് പിണങ്ങിയത്. അണ്ണനെ പണങ്ങിയത്. നീയാണ് പിണങ്ങിയത്. അണ്ണനെ പണങ്ങി പോടുന്നു. ഞാൻ ഇല്ല. എടി, ഞാൻ നിനക്ക് ഒരു ഉമ്മ തരട്ടെ. എടി, ഒരു ഉമ്മ തരട്ടേന്ന്. എടി, തരട്ടെ. അവക്ക് വേണ്ട, നീ എനിക്കിതാ. ഞാൻ നിങ്ങൾ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു?
എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. എടി നീ വീട്ടിൽ നിന്ന് 2 ആഴ്ച ആയാലും കൂടുതലായില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്. പക്ഷെ ഇപ്പൊ നിന്നെ കാണാനേ മണ്ണ് കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റ്. അയ്യോടാ മോനെ, വെള്ളം തീർന്നു പോയല്ലോ. ഞാൻ പോയേ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം കേട്ടോ. പോയിട്ട് വരാവേ, വഴക്കൊന്നും പിടിക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ ചെറുതായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. ചിലും ചിലും ചിൽ താളമായി മാർഗഴിപ്പൂന്തിന്നലായി വിരൽ തൊടുന്നു നെഞ്ചിനെ ആരോ ആടിമാസ വർഷമായി ആദ്യമോഹരാഗമായി ആർദ്രമായി പുൽകിയോ ആരോ. പിന്നെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ ഓൺലൈൻ കാണുന്നുണ്ടല്ലോ. അല്ല അത് നീ ഓൺലൈനിൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്. ആണോ? അമ്മാവൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ബർത്ത്ഡേ ഒക്കെ അതുകൊണ്ട്. മോനെ വെള്ളം കിട്ടി സാധനമാണ്. നമുക്ക് വീട്ടിൽ പോവാന്ന്. പിന്നെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന്. വീട്ടിൽ അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോവാം നമുക്ക്. ഇനി ഇവിടെ നിൽക്കണം. മാറിക്കടി അങ്ങോട്ട്. എന്തുവാ അവനുമായിട്ട്? നീ എന്നെ എന്തോ കരുതിയത്? നീ ഗൾഫിൽ നിന്ന് ഒരു പൂക്ക വെള്ളം ഇവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് നീ എന്നെ അങ്ങ് വശംവദനാക്കാന്ന് കരുതിയോടാ? ആണോടാ? എങ്ങനെ അവിടുന്ന്? നീ എന്റെ കൊച്ചിനോട് ചെയ്തോന്ന് ഞാൻ മറന്നിട്ടില്ല കേട്ടോടാ. എടാ ഇറങ്ങാനാ പറഞ്ഞത്. പോകൂല, അവിടെ കൊണ്ടേ പോകും. ഇറങ്ങൂല. നിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു കുടുംബമാകുമ്പം ചെറിയ സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാവും. നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ബന്ധം ഇങ്ങനെ തകർക്കുന്നത്, അറിയാവോ? രണ്ട് മാത്രമാണ് നിങ്ങളെ പോലുള്ള ആൾക്കാരാ. അത് ശരി. അപ്പൊ രണ്ടുപേരും അങ്ങ് ഒന്നിച്ചോ? ഒന്നിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ. എന്ത്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തൽക്കാലം എൻ്റെ ഇതേ ഉള്ളൂ ക്ലൈമാക്സ്. നല്ല സ്കിറ്റായിരുന്നു, നല്ലൊരു കയ്യടി. ബിജുക്കുട്ടി ചേട്ടാ. റജി, സജി, പ്രജിത്തെ, നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. കാരണം അതിനകത്ത് കുറെ കൂടി ഹ്യൂമറൊക്കെ ഉൾപ്പെടുത്താമായിരുന്നു. എനിക്ക് പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. പിന്നെ എനിക്ക് തോന്നുന്നത് സജിയൊക്കെ അങ്ങോട്ട് മൂടായി വരണുള്ളായിരുന്നു. സജിയിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കൗണ്ടറുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സജിയുടെ ഉണ്ടായിരുന്നില്ല, എനിക്ക് തോന്നുന്നത് പ്രജിത്തിൻ്റെ ഉണ്ടായില്ല. ഇപ്പം നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റജിയുടെ മീശ, കൊമ്പം മീശ, അമ്മാവൻ്റെ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഏറ്റിട്ടുണ്ട്. അമ്മാവൻ നല്ല ഗ്രാൻഡായിട്ടുണ്ട്. ഇവർ രണ്ടുപേരും മോശമായെന്നല്ല, കൗണ്ടറുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തിരി കുറഞ്ഞു പോയി എന്നുള്ള ഉണ്ട്. അവതരണം നന്നായിരുന്നു, അത് കണ്ടന്റ് നന്നായിരുന്നു. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അംബികാമേ. എനിക്ക് പ്രസൻറ്റേഷൻ ഭയങ്കര ഇഷ്ടമായി. നല്ല ടോപ്പിക്കായിരുന്നു. പിന്നെ അവസാനം വൈഫ് പറയുന്നുണ്ടല്ലോ, നിങ്ങളെപ്പോലെയുള്ള വലിയ ആൾക്കാർ വേണം നമ്മളെ കോംപ്രമൈസ് ചെയ്ത് വെക്കാനെന്നൊക്കെ. അതൊക്കെ നല്ല രസമായിരുന്നു. അതുപോലെ രണ്ടുപേരും കൂടെ ഇങ്ങനെ പിണങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കില്ലേ, നോക്കി നിന്നിട്ട് ഇത് കുടിപ്പിക്കാൻ വേണ്ടി ഇത് എടുത്ത് വയ്ക്കുന്ന ആ സ്ഥലത്തുള്ള നിങ്ങളുടെ റിയാക്ഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ അമ്മാവനും ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ടോട്ടലി ഇറ്റ് വാസ് ഫൺ. പക്ഷെ പെട്ടെന്ന് തീർന്നു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ലെങ്ത് കുറഞ്ഞു പോയോ എന്നൊരു ഫീല്. അത്ര. താങ്ക് യു നസീർക്ക. ലെങ്ത് കൂടിയാലും മറന്നു പോകുന്നു വിചാരിച്ചിട്ടാണോ ലെങ്ത് കൂട്ടാഞ്ഞത്? അതോ കുത്തിപ്പറയുന്ന പോലെ? അല്ല പറഞ്ഞല്ല, അല്ല ഒരു ഡൗട്ട് ചോദിച്ചതാ. സാധനം നല്ലതായിരുന്നു, പെട്ടെന്ന് തീർന്ന പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഉള്ളത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തു കേട്ടോ. ഈ പറയുന്ന തമാശകൾ ഒരുപാടില്ലെങ്കിലും ആ ഉള്ള സീക്വൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നല്ല ചിരിയുടെ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തമാശകൾ ചില സ്ഥലങ്ങളിലായിട്ട് കുറവുണ്ട്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം വേറെ ഒരു കുറച്ചുകൂടെ നമുക്കൊരു മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് വേറെ മോശമെന്ന് പറയാൻ പറ്റൂല. എന്നാൽ എത്ര ഗംഭീരമാണോ എന്ന് ചോദിച്ചാൽ അത്രയും ആയിട്ടുമില്ല. അപ്പം നമുക്ക് ചിരി വേണം, ചിരിക്കാനുള്ളത് തന്നെ നമുക്ക് വേണം. കാര്യം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ചിരിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ത്രെഡാണ് ക്ഷാമം വരുന്നത്, കൗണ്ടറുകളാണ് ക്ഷാമം. അത് തപ്പിയെടുത്ത് ഫില്ല് ചെയ്താൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അമ്മാവന് കൂട്ടർക്കുള്ള മാർക്സ് ആരാണ് ആദ്യം? അമ്പിയാമ്മ. ഞാനൊരു 6000 രൂപ. ഓക്കെ, ഞാൻ ഒരു 1000 രൂപ കൂടെ കൂട്ടി ഒരു 7000 രൂപ, 13000 രൂപ. ബാക്കി ഞാനങ്ങ് ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വിട്ടു. പിടിച്ചോ. ടോട്ടൽ 20000 രൂപ. ഓക്കെ, നമുക്ക് കുറവട്ടോ ചേട്ടാ. അടുത്തതിൽ പിടിക്കണം ചേട്ടാ, ഉറപ്പായിട്ടും. ഓക്കെ, പറയട്ടെ. ഓക്കെ.
അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ഇന്നത്തെ സമയം ഏതാണ്ടെന്നല്ല കഴിഞ്ഞു. ഒരുപാട് ചിരിച്ച എല്ലാ എപ്പിസോഡിലും പോലെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ക്യാമറ പ്രിന്റുമായിട്ട് വന്ന സാരി ഉടുത്ത അംബികാമി നന്നായിട്ട് എൻജോയ് ചെയ്തു. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകുന്നതിന് മുമ്പ് നമ്മുടെ ഓഡിയൻസിനെ പറ്റി എടുത്തു പറയണം. അവർ അടിപൊളിയായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നാണ്, മണത്തര എന്ന് പറഞ്ഞ സ്ഥലത്തെ CTDC ചെങ്കൽ തൊഴിലാളികൾ, അവരുടെ ഫാമിലിയാണ്. എല്ലാവർക്കും നല്ലൊരു കൈഡി. നിങ്ങൾ ഉഷാറായിരുന്നു. അങ്ങനെ ഉഷാറായിട്ടിരിക്കുക. നമ്മൾ ഇതിലും നല്ല സ്കിറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.